ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 22ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ദത്തൻ വഴക്ക് പറയുന്നു പ്രതീക്ഷിച്ചുവെങ്കിലും അവൻ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തിരിഞ്ഞു കിടന്ന് ഇരു കൈകൾ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് വയറിലേക്ക് മുഖം ചേർത്ത് കിടന്നു. വർണ്ണ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. ദത്ത, ദത്ത, എന്താടി? നീ അവരോട് പറഞ്ഞ ആത്മാർത്ഥമായിട്ടാണോ? ആരോട് എന്തു പറഞ്ഞു എന്ന് ദത്തൻ തല ഉയർത്തി വർണ്ണയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ നിന്റെ ബന്ധുക്കളോട് പറഞ്ഞില്ലേ ഞാൻ നിന്റെ ഭാര്യയാണെന്നും നിന്നിലെ അവകാശം എനിക്ക് മാത്രമാണെന്ന്? അത് ശരിക്കും പറഞ്ഞാണോ? ഏയ്, ഞാനത് വെറുതെ പറഞ്ഞതാ, അപ്പോഴത്തുള്ള ദേഷ്യത്തിൽ. അപ്പോൾ വെറുതെ അല്ലേ? ഓർമ്മ വെച്ച നാൾ മുതൽ ദേവദത്തൻ ആരുടെയെങ്കിലും മുന്നിൽ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാ തറവാട്ടിലുള്ളവരോട് മാത്രമാണ്. ഒരാളോട് പോലും മറുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പാർവതി ചെറുപ്പം മുതൽ പറഞ്ഞു വെച്ചതായിരുന്നു ഞങ്ങളുടെ കല്യാണം. പക്ഷെ എനിക്ക് അവളോട് പ്രണയം എന്ന വികാരം തോന്നിയിട്ടില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചു. കഷ്ടപ്പെട്ട് അവളെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ ചതിച്ചു. എല്ലാവരും കൂടെ എന്നെ തെറ്റുകാരനാക്കി. ഇനി ഒരിക്കൽ കൂടെ അവരുടെ മുന്നിൽ തോറ്റ് തലകുനിക്കാൻ ഈ ദത്തന് കിട്ടില്ല. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു പകയാണ് കാണാൻ കഴിഞ്ഞത്. അല്ല, നിനക്കെന്ത് പറ്റി മുഖമൊക്കെ വല്ലാതിരിക്കണേ? ദത്തൻ പറഞ്ഞയുടെ മുഖം കണ്ട് ചോദിച്ചു. എനിക്കെന്ത് പറ്റാൻ? എനിക്കൊന്നുമില്ല. പിന്നെന്താ മുഖത്തൊരു മാനത? ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സങ്കടമായോ? അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. സങ്കടോ? അതും എനിക്ക്? ഞാനെന്തിനു സങ്കടപ്പെടണം? കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാൻ വേറെ കെട്ടിപ്പോവും. പിന്നെ നീ വെറുതെ പറഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ എനിക്കെന്താ? ഓഹോ, അങ്ങനെയല്ലേ? അല്ല, നിനക്ക് അങ്ങനത്തെ ചെക്കനെയാ വേണ്ടേ? എനിക്ക് പറഞ്ഞ താടിക്ക് കൈ കൊടുത്തോണ്ട് ആലോചിച്ചു. എനിക്കുണ്ടല്ലോ. പറഞ്ഞ പറയാൻ വന്നത് നിർത്തി ദത്തൻ്റെ തല മടിയിൽ നിന്ന് താഴെ ഇറക്കി വെച്ചു. ശേഷം ബെഡിലേക്ക് കയറി ചുമര് ചാരി ഇരുന്നു കൊണ്ട് വീണ്ടും ദത്തൻ്റെ തല മടിയിലേക്ക് കയറ്റി വെച്ചു. എനിക്കൊരു പോലീസുകാരനെ മതി. കാണാൻ നമ്മുടെ വിക്രമാദിത്യൻ സിനിമയിലെ ഉണ്ണിമുകുന്ദനെ പോലെയുള്ള പോലീസ്. അത്രയ്ക്കും വേണ? അല്ല, ഡോക്ടറോ എഞ്ചിനീയറോ പോരെ? എന്തിനാ പോലീസ്? എൻ്റെ ഹസ്ബൻഡ് ഒരു പോലീസാന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടല്ലോ. അതിനേക്കാളും വെയിറ്റ് ഉണ്ടല്ലോ ഡോക്ടറാന്ന് പറയണത്. ഡോക്ടറും വെയിറ്റൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പോലീസ് മതി. ഉറപ്പാണോ? അതെ. ഛേ, എൻ്റെ ഒരു കസിൻ ഉണ്ട്, പേര് ധ്രുവിത്ത്, ഡോക്ടറാണ്. ഞാൻ അവനോട് നിന്റെ കാര്യം ചെറുതായി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അവൻ്റെ സമ്മതമാണ്. പക്ഷെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിനക്ക് അത്രയും നിർബന്ധമാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ആദ്യ ഭർത്താവിൻ്റെ ആഗ്രഹം സാധിച്ചു തന്നില്ല എന്ന് വേണ്ട. പറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അയ്യടി മനമേ, എന്താ അവളുടെ മനസ്സിലിരിപ്പ്? ദത്തൻ അവളുടെ മടിയിൽ കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഫോൺ റിങ് ചെയ്യുന്നു കേട്ടാണ് അവൻ കണ്ണു തുറന്നത്. അവൻ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്ത് ബെഡിൽ എണീറ്റിരുന്നു. അവൻ നോക്കുമ്പോൾ പറഞ്ഞ ചുമരും ചാരി ഇരുന്ന് ഉറങ്ങാണ്. ദത്തൻ അവളെ എടുത്ത് ഉയർത്തി ബെഡിലേക്ക് കിടത്തി. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ദത്തനും കിടന്നു. ഞാൻ പോയാ നീ വേറെ കല്യാണം കഴിക്കോ ദത്ത? പറഞ്ഞ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. നീ ഉറങ്ങിയില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഉറങ്ങിയതാ, പിന്നെ നീ എടുത്തപ്പോൾ ഉണർന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. വേറെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചാ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കിട്ടിയാ ചിലപ്പോൾ കിട്ടിയിരിക്കും. അവൻ പറയുന്നത് കേട്ട് വർണ്ണയുടെ മുഖമൊന്ന് മങ്ങി. നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടിയാണ് ഇഷ്ടം? പറ, നിന്റെ സൗന്ദര്യ സങ്കല്പം ഞാനൊന്ന് കേൾക്കട്ടെ. വർണ്ണ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു. ദത്തൻ അവളുടെ നെറുകിൽ പതിയെ തല ഓടിക്കൊണ്ട് കിടന്നു. എങ്ങനെയുള്ള പെൺകുട്ടിയാന്ന് ചോദിച്ചാ നിർത്ത് 1 മിനിറ്റ്. വർണ്ണ ഇടയിൽ കയറി പറഞ്ഞു. ദത്തൻ അവളെ സംശയത്തോടെ നോക്കി. മുട്ടോളം മുടിയും മാൻപേട കണ്ണുകളും വെളുത്തു തുടുത്ത തുളസി കതിർ നിർമാല്യമുള്ള ശാലീന സുന്ദരി എന്നൊക്കെ പറഞ്ഞ് നിരത്താലമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ. നിനക്കെന്ത് കുശുമ്പാടി? അവളുടെ മുഖഭാവം കണ്ട് ദത്തൻ പറഞ്ഞു. എനിക്ക് കുശുമ്പൊന്നുമില്ല. അക്കോർഡിംഗ് ടു മീ, ഐ ആം മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ടാലന്റഡ്, എക്സ്ട്രാ ഓർഡിനറി ഗേൾ ഇൻ ദ വേൾഡ്. അതെ, അത് നിന്റെ മുഖഭാവം കണ്ടാ പറയും.
തീരെ കുശുമ്പില്ലാന്ന്. കുറേ കാലമായി കാണുന്നു. അതിപ്പോൾ സിനിമയിലായാലും സീരിയലായാലും കഥയായാലും എന്തായാലും മുട്ടോളം മുടി, മാൻപേട കണ്ണുകളും, വെളുത്തു തുടുത്ത ചെമ്പകപ്പൂവിൻ്റെ മണമുള്ള തുളസി കതർ നിർമാല്യമുള്ള ശാലീന സുന്ദരി. ഇവിടെ മനുഷ്യൻ സോപ്പിട്ട് എത്ര കുളിച്ചാലും ഒരു മണവും വരില്ല. എന്നിട്ടാണ് പെർഫ്യൂം പോലും യൂസ് ചെയ്യാതെ ചെമ്പകപ്പൂവിൻ്റെ മണം വരണേ. അതെന്താ? നായിക കറുത്തിട്ടാണെങ്കിലും മുടി കുറവാണെങ്കിലും ഇപ്പം എന്താ? അതുപോലെ ഇനി വില്ലത്തിയാണെങ്കിൽ ഒരു ലോഡ് മേക്കപ്പ് ഇടുന്ന ആളായിരിക്കും. അത് എന്തുകൊണ്ട് തുളസി കതർ നിർമ്മാല്യമുള്ള നായകന്മാർ മാത്രം നായകനെ കൊണ്ടുപോണേ? നായിക ഇത്തിരി മേക്കപ്പ് ഇട്ട എന്താ? ലിപ്സ്റ്റിക് ഇട്ട എന്താ? പുളിക്കോ? ഇതൊക്കെ എന്താ ദ്രാവിഡാണ്. നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമം കഴിഞ്ഞിരിക്കണു. അവൾ പറയുന്നത് കേട്ട് അന്തം വിട്ട് അവളെ തന്നെ നോക്കിയിരിക്കുന്നു ദത്തൻ. നീ ഇങ്ങനെയൊക്കെ പറയാൻ ഞാനിതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഓ സോറി, ഒരു നിമിഷം ഞാനെല്ലാം മറന്നുപോയി. കുറച്ച് കാലമായി മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി നീ പറതത്താ, നിനക്ക് എങ്ങനെയുള്ള പെണ്ണിനെ വേണ്ടേ? നീ ഇപ്പോൾ പറഞ്ഞില്ലേ ശാലീന സുന്ദരി. എനിക്കതിൽ താല്പര്യമില്ല. പാർവതി അങ്ങനെയായിരുന്നു. നാട്ടിലെ കുറേ ആൺപിള്ളേർ അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടത് എന്നെ ചതിക്കാത്ത ഒരു വിളയാണ്. അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നീട് അവർ ഇരുവരും ഒന്നും സംസാരിച്ചില്ല. വല്ലാത്തൊരു മൗനം അവരുടെ ഇടയിൽ നിലനിന്നു. വൈകുന്നേരം വർണ്ണ അലക്കിയിട്ട ഡ്രസ്സുകളെല്ലാം എടുത്ത് റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ എവിടേക്ക് പോവാൻ റെഡിയാവാണ്. നീ എങ്ങോട്ട് ദത്ത? അവൾ പേടിയോടെ ചോദിച്ചു. ഞാനിപ്പോൾ വരാം, കവല വരെ ഒന്ന് പോകണം. വേണ്ട ദത്ത, എവിടേക്കും പോവല്ലേ പ്ലീസ്. ഏയ് നീ ഇങ്ങനെ പേടിക്കാതെ, ഞാൻ ഒരു വഴക്കിനും പോവില്ല. അവൻ ബുള്ളറ്റ് കയറിക്കൊണ്ട് പറഞ്ഞു. എപ്പോഴാ വരിക? 8 മണിയാകുമ്പോഴേക്ക് എത്താം. അത് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ദത്തൻ പുറത്തേക്ക് പോയി. ദത്തൻ പോകുന്നു നോക്കി പറഞ്ഞ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ഹോസ്പിറ്റലായ കാരണം കുറച്ച് ദിവസമായി വീടെല്ലാം അലങ്കോലമായി കിടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി. കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും വിളക്ക് വെച്ചു. അതിനിടയിൽ വേണിയും അനുവും രാത്രിയിലേക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നു. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് അവർ തിരികെ പോയത്. ദത്തനെ പുറത്തു പോകാൻ സമ്മതിച്ചതിന് അനുവും വേണിയും വർണ്ണയെ വഴക്ക് പറഞ്ഞിരുന്നു. നേരെ ഇരുട്ടുന്തോറും വർണ്ണയുടെ മനസ്സിലേക്ക് പേടി വരാൻ തുടങ്ങിയിരുന്നു. അവൾ ഫോണും കയ്യിൽ പിടിച്ചുമർത്ത് തന്നെ ഇരുന്നു. സമയം കറക്റ്റ് 8 മണിയായതും അവൾ ദത്തനെ വിളിച്ചു. ദത്ത, നീ എവിടെയാ? 8 മണിക്ക് വരാമെന്നല്ലേ പറഞ്ഞേ? ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പം തന്നെ എത്തും. അത് പറഞ്ഞ ദത്തൻ കോള് കട്ട് ചെയ്തു. ദത്തൻ്റെ വണ്ടിയുടെ ശബ്ദം അകലെ നിന്ന് കേട്ടതും വർണ്ണ വേഗം അകത്തേക്ക് കയറിപ്പോയി. ദത്തൻ റൂമിലേക്ക് വന്ന് ഇട്ടിരിക്കുന്ന ഷർട്ട് മാറ്റി വേറെ ഒരെണ്ണം എടുത്തിട്ട് ബെഡിലേക്ക് കിടന്നു. ഭക്ഷണം കഴിക്കുന്നില്ലേ ദത്ത? അവൻ കണ്ണടച്ച് കിടക്കുന്നു കണ്ടു വർണ്ണ ചോദിച്ചു. എനിക്ക് വേണ്ട, വിശപ്പില്ല, നീ കഴിച്ചോ. അത് പറഞ്ഞ ദത്തൻ ചുമ്മൻ സൈഡിലേക്കായി തിരിഞ്ഞു കിടന്നു. വർണ്ണ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി എടുത്തു വെച്ച ഭക്ഷണം അടച്ചു വെച്ച് വാതിലെല്ലാം അടച്ചവൾ റൂമിലേക്ക് വന്നു. റൂമിനോട് ചേർന്നാണ് ദത്തൻ കിടക്കുന്നത്. ദത്തനോട് എന്തെല്ലാമോ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ ദത്തൻ്റെ അപ്പുറത്തായി വന്ന് കിടന്നു. കുറെ കഴിഞ്ഞ് വർണ്ണ ഉറങ്ങിയെന്ന് മനസ്സിലായതും ദത്തൻ പതിയെ അവൾക്കെതിരായി തിരിഞ്ഞടന്നു. അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടി സൈഡിലേക്ക് ഒതുക്കി വെച്ച് അവൻ വർണ്ണയെ കെട്ടിപ്പിടിച്ചു. നീ കുടിച്ചല്ലേ ദത്ത? അത് കേട്ടതും ദത്തൻ പെട്ടെന്ന് ഞെട്ടി അവളുടെ മേൽ വെച്ചിരിക്കുന്ന കൈയെടുത്തു മാറ്റി. നീ ഉറങ്ങിയില്ലേ? ദത്തൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഉറങ്ങിയ ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുമോ? വർണ്ണ ദേഷ്യത്തിൽ ചോദിച്ചു. സോറി, ഞാൻ കുറച്ച് കുടിച്ചു. അത് നീ അറിയാതിരിക്കാനാണ് ഞാൻ വേഗം വന്ന് കിടന്നേ. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ ദത്ത? എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്. എന്തായാലും എന്നോട് പറയേ. അതോ ഞാൻ ആരും അല്ലാത്തതുകൊണ്ടാണോ പറയില്ല എന്ന് പറയണേ? പറഞ്ഞത് ചോദിച്ചാൽ ദത്തൻ മറുപടി പറയാതെ ദയനീയമായി അവളെ കണ്ണിലേക്ക് നോക്കി. അവൻ്റെ കൺകോണിൽ നനവ് പടരുന്ന പോലെ വർണ്ണയും കണ്ടു. എന്തിനാ ദത്ത ഇങ്ങനെ സങ്കടപ്പെടണേ? ഞാനില്ലേ നിന്റെ കൂടെ? വർണ്ണ അവനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ദത്തനും അവളുടെ ഇരു കൈകളിലും ചുറ്റിപ്പിടിച്ചിരുന്നു. അമ്മ ഒരുപാട് മിസ് ചെയ്യാ. ഞാൻ എല്ലാ മാസവും ഒരു ദിവസം തറവാട്ടിലെ ക്ഷേത്രത്തിൽ അമ്മയെ കാണാൻ പോകാറുണ്ട്. അമ്മയോട് സംസാരിക്കും. ആ മടിയിൽ തല വെച്ച് കിടക്കും.
പക്ഷേ നീ ഇവിടേക്ക് വന്നപ്പോൾ നീ എന്നെ ഇവിടെ തനിച്ചാക്കി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്പം അമ്മയെ കാണാൻ പോകാറില്ല. ഞാൻ ഹോസ്പിറ്റലായ കാര്യം അമ്മ അറിഞ്ഞു. പാവം രാവിലെ വിളിച്ച് കുറേ കരഞ്ഞു. അത് പറയുമ്പോൾ ദത്തൻ്റെ സ്വരം ഇടറിയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പിള്ളേരെ? ഞാൻ കുറേ നേരം മുന്നേ സ്റ്റോറി റെക്കോർഡ് ചെയ്യാനിരുന്നതാണ്. പക്ഷേ എനിക്കങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു സമാധാനം, കുറച്ച് കാലങ്ങളായി മനസ്സിൽ വെച്ച കാര്യങ്ങൾ ഞാൻ വർണ്ണയിലൂടെ പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഞാനൊരു റൈറ്ററെ കുറ്റം പറഞ്ഞിട്ടില്ല, എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. സ്റ്റോറി എഴുതുന്ന ഓരോരുത്തർക്കും വ്യത്യസ്ത സൗന്ദര്യ സങ്കല്പങ്ങളായിരിക്കും. അതാ വ്യക്തിയുടെ ഇഷ്ടങ്ങളാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവിൻ കേട്ടോ. നെഗറ്റീവോ പോസിറ്റീവോ ആണെങ്കിലും ഞാനൊരു സെൻസിലേ എടുക്കുള്ളൂ. എന്ത് ചെയ്യാനാ, കൗതുകം ലേശം കൂടുതലാണ്. ഞാൻ വീണ്ടും പറയണു, ഞാനിവിടെ ഒരു റൈറ്ററേയും കുറ്റമായിട്ട് പറയണില്ല. ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ പൊളിച്ചു മാറ്റുന്നതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. അപ്പോൾ എനിക്ക് കുറച്ച് കമൻറ്റും കിട്ടും. അപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്ത് തരണേ കേട്ടോ. ബൈ, താങ്ക് യു.